SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് സ്ഥാനഭ്രഷ്ടമുണ്ടായി. അതെന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയുടെ ഒരു ഇടപെടലാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്തായിരിക്കും സാർ ഇതിൻ്റെ മൊത്തം അടിസ്ഥാന കാരണം? അടിസ്ഥാന കാരണം ഈ കമ്പനി ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് SNDP. പക്ഷെ കമ്പനി നിയമങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ടാണ് അവിടെ വെള്ളാപ്പള്ളിയും മോൻ തുഷാർ വെള്ളാപ്പള്ളിയും ബാക്കി സോമനും പ്രസിഡന്റ് ഈ സംഘം ഉണ്ടല്ലോ. പറഞ്ഞാൽ വെള്ളാപ്പള്ളിക്ക് മൂളുന്നവരെ ഒരു ഇറാൻമൂളി സംഘമാണ് ഇവർ പ്രവർത്തിക്കുന്നത്. കമ്പനി ആക്ട് ലംഘിച്ചു എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്, തെളിവുണ്ട്. കാരണം തുടർച്ചയായിട്ട് 3 വർഷം കണക്ക് ഈ കമ്പനി രജിസ്ട്രാർക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ ഇത് അയോഗ്യരാക്കാം ഡയറക്ടർ എന്ന് നിയമമുണ്ട്. ഇത് 3 വർഷമൊന്നുമല്ല, ഇത് 2014 മുതൽ കണക്ക് കൊടുക്കുന്നില്ല. അതിപ്പോൾ നിങ്ങളൊരു കമ്പനി തുടങ്ങിയാലും ഇത് കണക്ക് കൃത്യമായിട്ട് ബാലൻസ് ഷീറ്റൊക്കെ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നാലേ നിങ്ങൾക്കവിടെ കമ്പനി ഡയറക്ടറായിട്ടും MD ഉണ്ടെങ്കിൽ MD ആയിട്ടും ഒക്കെ ആളുകൾക്ക് തുടരാനൊക്കെ കഴിയുള്ളൂ. അത് ഏത് കമ്പനിക്കും ഇന്ത്യയിൽ അങ്ങനെ തന്നെയാണ്. കാരണം ഓഹരി ഉടമകളൊക്കെ ഉണ്ടല്ലോ കമ്പനിക്ക്. SNDPയിലും ഓഹരി ഉടമകളുണ്ടല്ലോ. അപ്പോൾ ഇവരോടൊക്കെ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ എല്ലാ കൊല്ലവും വാർഷിക പൊതുയോഗം ചേരണ്ടേ? വാർഷിക പൊതുയോഗം ചേർന്നിട്ട് അതിൻ്റെ അകത്ത് കണക്കുകൾ അവതരിപ്പിക്കണ്ടേ? ഇതൊന്നും ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല. ഒരു ഏകാധിപത്യം ഇയാളുടേത് ഇങ്ങനെ നടക്കുന്നു, തോന്നിയ മാതിരി പണമൊക്കെ ചെലവാക്കുന്നു. ഇതാണ് ഇതുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ MK സാനു ആദരണീയനായ ആളാണല്ലോ. MK സാനുവും കൂട്ടരും കൊടുത്തിട്ടുള്ള കേസാണ് ഇത്. 2024 കൊടുത്ത കേസാണ്. ജസ്റ്റിസ് TR രവിയുടേതാണ് ഉത്തരവ്. അപ്പോൾ ഈ 2006 മുതൽ കണക്കില്ല, SNDP യോഗത്തിന് കണക്കില്ല. അപ്പോൾ ഏകാധിപത്യവും ക്രമക്കേടും ആണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ പുറത്താക്കിയിട്ട് പകരം അഡ്മിനിസ്ട്രേറ്ററെ വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് സാനുവും കൂട്ടരും കോടതിയെ സമീപിച്ചിരുന്നത്. അതിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി, പ്രസിഡന്റ് MN സോമൻ, ദേവസ്വം സെക്രട്ടറി ഇവരൊക്കെ അയോഗ്യരാണ് എന്ന് വിധിച്ചിട്ടുണ്ട്. ഭാരവാഹികളൊക്കെ അയോഗ്യരാണ് എന്ന് വിധിച്ചിട്ടുണ്ട്. ഇനി പുതിയ ബോർഡിനെ സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. പുതിയ ഡയറക്ടർമാരെ സർക്കാർ നിയമിക്കണം എന്ന് പറഞ്ഞാൽ കമ്പനിയെ SNDP എന്ന് പറഞ്ഞ കമ്പനിയെ സർക്കാർ ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. നിയമപ്രകാരം എന്നിട്ട് ഇലക്ഷൻ നടത്തണം ഡയറക്ടർ ബോർഡിലേക്ക്. എന്നിട്ട് പുതിയ ഡയറക്ടർമാരെയും മറ്റേ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റിനെയൊക്കെ എടുക്കണം. ആ തെരഞ്ഞെടുപ്പും സർക്കാർ നടത്തണം എന്ന് വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഘടനയുടെ SNDPയുടെ കാര്യങ്ങൾ സർക്കാർ താൽക്കാലികമായിട്ട് ഡയറക്ടർമാരെ നിയമിച്ചിട്ട് നടത്തണം. അപ്പോൾ ഇതിൻ്റെ IG ഉണ്ടല്ലോ. അപ്പോൾ മറ്റേ തുടർ നടപടികൾ IG സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പനി ആക്ട് ലംഘനം സംബന്ധിച്ച തുടർ നടപടികൾ. അപ്പോൾ ഡയറക്ടർമാർക്ക് സാധാരണഗതിയിൽ നമ്മളൊരു കമ്പനി തുടങ്ങിയാൽ നമുക്ക് DIN എന്ന് പറഞ്ഞൊരു നമ്പർ കിട്ടും. ഈ DIN എല്ലാ കൊല്ലവും നമ്മൾ കണക്കൊക്കെ കൊടുത്ത് പുതുക്കിക്കൊണ്ടിരിക്കണം. ഡയറക്ടേഴ്സ് ID നമ്പറാണ് DIN എന്ന് പറയുന്നത്. അത് നിർബന്ധമാണത്, എല്ലാവർക്കും ഡയറക്ടർമാർക്ക് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇവരുടെ DIN ഈ പറഞ്ഞ പേരുകാരില്ലേ വെള്ളാപ്പള്ളി, അത് അസാധുവാണ്. അത് കുറേ കാലമായിട്ട് പുതുക്കിയിട്ടുമില്ല, DIN-ഉം ഇല്ല, ഒന്നുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇത് കമ്പനി ആക്ടിൻ്റെ 164(2) വകുപ്പ് പ്രകാരം തുടർച്ചയായിട്ട് 3 വർഷം വാർഷിക കണക്ക് അവതരിപ്പിക്കുന്നില്ല, റിട്ടേൺ കൊടുക്കുന്നില്ല എങ്കിൽ ഇവരെ പിടിച്ച് പുറത്താക്കാം എന്ന് നിയമമുണ്ട്. അതനുസരിച്ചാണ് ചെയ്തത്. 2014 മുതൽ IG രജിസ്ട്രേഷന് വാർഷിക അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ 12 കൊല്ലമായി വാർഷിക സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട്. 3 വർഷം കൊടുത്തില്ലെങ്കിൽ തന്നെ ഇവരെ ഇവർക്കെതിരെ നടപടി വന്നിട്ട് ഇവരെ പറഞ്ഞു വിടാം. വെള്ളാപ്പള്ളിയൊക്കെ 14 കൊല്ലം മുമ്പേ തന്നെ വേണമെങ്കിൽ പറഞ്ഞു വിടാമായിരുന്നു. അപ്പോൾ SNDP സർക്കാരിനെ സമീപിച്ചു. വേണ്ടപ്പെട്ട സർക്കാരാണല്ലോ വെള്ളാപ്പള്ളി നടേശന്, കാറിലൊക്കെ കയറ്റിക്കൊണ്ടുപോകുന്ന സർക്കാരില്ലേ. അപ്പോൾ അങ്ങനെ പിഴയടച്ചു. പിഴയടച്ചിട്ട് സർക്കാർ മാപ്പ് കൊടുത്തു.
സർക്കാർ മാപ്പ് കൊടുത്തു. അങ്ങനെ സർക്കാർ മാപ്പ് കൊടുത്തതും ശരിയല്ല എന്ന് ഈ ഹർജിയിൽ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികൾക്കൊക്കെ മാപ്പ് കൊടുക്കാറുണ്ട്, പക്ഷെ കമ്പനികൾക്ക് മാപ്പ് കൊടുക്കാം, വ്യക്തികൾക്ക് മാപ്പ് കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഇയാൾ ജനറൽ സെക്രട്ടറി ആയിരിക്കാൻ യോഗ്യനല്ലല്ലോ, അയോഗ്യനാണ്. അയാൾക്ക് എങ്ങനെ സർക്കാർ മാപ്പ് കൊടുത്തു എന്നുള്ള പ്രശ്നം ഉന്നയിച്ചു സാനുവും കൂട്ടരും. അപ്പോൾ അത് ശരിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഭരണസമിതിയുടെ ചെയർമാൻ ഇല്ലേ, അല്ല പിന്നെ സംരക്ഷണ സമിതി SNDP സംരക്ഷണ സമിതിയുടെ ചെയർമാൻ S. ചന്ദ്രസേനനും ഈ ഹർജിക്കാരിൽ ഒരാളായിരുന്നു. അപ്പോൾ അതിൽ 1903 മെയ് 15 ആണ് SNDP നിലവിൽ വരുന്നത്. അരുവിപ്പുറം മറ്റേ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ പൽപ്പുവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വാവൂട്ടി യോഗം എന്ന് പറഞ്ഞൊന്നുണ്ടായിരുന്നു. അതാണ് പിന്നീട് SNDP യോഗമായിട്ട് പേരുമാറ്റി പരിണമിക്കുന്നതും ഒക്കെ. ഈ SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശൻ കുറേ വർഷങ്ങളായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഒരുപാട് പേര് കേസുമായിട്ട് പോയിട്ടുണ്ട്, ഒരുപാട് പേര് എതിർപ്പുമായിട്ട് പോയിട്ടുണ്ട്, പക്ഷേ അവരെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ കോടതിയുടെ ഒരു വിധി ഉണ്ടായി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. പക്ഷേ ഇതിന് മേലിൽ അപ്പീൽ പോയിട്ട് വീണ്ടും ആ സ്ഥാനം നേടിയെടുക്കാൻ വെള്ളാപ്പള്ളി ശ്രമിക്കില്ലേ? അല്ല, ശ്രമിച്ചോട്ടെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞില്ലേ, ഈ 164(2) കമ്പനി ആക്ട്, അത് ഇന്ത്യയിലെ എല്ലാ കമ്പനികൾക്കും ബാധകമാണല്ലോ. അതെ, മറ്റേ നരേന്ദ്രമോദി വിചാരിച്ചാലും ഇതിൻ്റെ അകത്ത് ഇളവ് കൊടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ അകത്തെ മറ്റേ നിർമ്മല സീതാരാമൻ വിചാരിച്ചാലും ഇളവ് കൊടുക്കാൻ പറ്റില്ല. അപ്പം ബാക്കി കമ്പനികൾക്കോ എന്നുള്ള ചോദ്യം വരുമല്ലോ. എത്രയോ കമ്പനികൾ ഇങ്ങനെ കണക്ക് കൊടുക്കാതെ മര്യാദക്ക് കണക്ക് കൊടുത്തില്ല എങ്കിൽ സ്ഥിതിച്ച് എന്താ അർത്ഥം? കമ്പനി മര്യാദയ്ക്ക് നടക്കുന്നില്ല എന്നാണല്ലോ. അപ്പോൾ ഈ ശ്രീനാരായണ വിശ്വാസികളായിട്ട് ഒരുപാട് പേര് ഈ വെള്ളാപ്പള്ളി നടേശനെതിരാണ്. ആ SNDPയുടെ ഇലക്ഷൻ സമ്പ്രദായം തന്നെ മുഴുവൻ ഈ SNDP വിശ്വാസികളും പോയി വോട്ട് ചെയ്യുന്നതല്ലല്ലോ. അതിൻ്റെ ഒരു ഇത്ര പേർക്ക് ഒരാൾ എന്ന രീതിയിൽ 100 പേർക്ക് ഒരാൾ അങ്ങനെയൊക്കെ മാനദണ്ഡം വെച്ചിട്ടാണ്. അങ്ങനെയാണ് കാലാകാലങ്ങളായിട്ട് വെള്ളാപ്പള്ളി നടേശൻ തുടരുന്നതെന്ന് മുൻ ജനറൽ സെക്രട്ടറിമാരുള്ള ഇപ്പോൾ ഈ പറയുന്ന ഗോപിനാഥ് അടക്കമുള്ളവരൊക്കെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ ആരോപണങ്ങളെല്ലാം ശരി വെച്ചുകൊണ്ട് ഒരു പുതിയ അഴിച്ചുപണി SNDPയിൽ മൊത്തത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കാവും. അല്ല, SNDPയിൽ മൊത്തത്തിൽ ഈ സർക്കാരിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വേറെ വഴിയില്ലായിരിക്കും ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്താണ് എനിക്ക് സംശയമുള്ളത്. ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിക്ക് വേണ്ടപ്പെട്ടൊരു സർക്കാരായതുകൊണ്ട് അഴിച്ചുപണി നടക്കും. പക്ഷേ ഈ ഡയറക്ടർമാരുടെ പട്ടിക വെള്ളാപ്പള്ളി കൊടുക്കുന്ന പട്ടികയാണ് ആയിരിക്കുമോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. അപ്പോൾ പുതിയ വെള്ളാപ്പള്ളി നടേശനല്ലാത്ത അയോഗ്യനാണല്ലോ. അതെ, വേറെ ജനറൽ സെക്രട്ടറിയും വേറെ ഡയറക്ടർമാരും ഒക്കെ വരും. പക്ഷെ പാവകളായിരിക്കും എന്നുള്ളതാണ്. അതാണ് അങ്ങനെ ഒരു സംശയം ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നുണ്ട്. സർക്കാരിനെയാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തൽക്കാലം ചിലപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്ററൊക്കെ വെക്കുമായിരിക്കും. അത് കഴിഞ്ഞ അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പ്, പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കും. പക്ഷെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും നിലവിലുള്ള ബൈലോ അനുസരിച്ച് ചിലപ്പം ഈ പഴയ രീതി തന്നെ പറ്റുള്ളൂ. സാധാരണഗതിയിൽ ഇപ്പോൾ കമ്പനി ആക്ട് ഇങ്ങനെ വേണമെന്ന് പറയുന്ന രീതിയിൽ ഹൈക്കോടതി ഇടപെട്ടു. ഇനി ഇതിനകത്ത് ബൈലോയിലും ഒരു ഭേദഗതി വരുത്തണം, ഇങ്ങനെയല്ല ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങൾ എന്ന രീതിയിലൊരു വിധി കോടതിയുടെ ഭാഗത്ത്. സാധാരണഗതിയിൽ കമ്പനികളിൽ നടക്കുന്നത് പോലെ ഇനി നടക്കാൻ പറ്റുള്ളൂ. കാരണം ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഹൈക്കോടതി ഇടപെട്ട് കഴിഞ്ഞാണല്ലോ. ഈ ശബരിമല കേസ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം പിന്നീട് ഈ കോർട്ടലക്ഷ്യം എന്ന് പറഞ്ഞൊരു സംഭവം കോടതി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. കോടതിയുടെ ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടല്ലോ, അതിനെ ലംഘിക്കുന്ന തരത്തിൽ ഇതിൻ്റെ അകത്ത് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് മര്യാദയ്ക്ക് നിരീക്ഷകരെയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ആർക്കൊക്കെ മര്യാദയ്ക്ക് വോട്ട് ചെയ്യാമോ. മുമ്പ് അങ്ങനെയല്ലായിരുന്നല്ലോ, ഗുണ്ടായുസമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതെ, കാരണം വോട്ട് ചില ആളുകൾ ചിലപ്പോൾ വോട്ട് ചെയ്യണ്ട എന്നുള്ള ആളുകളെ വോട്ട് ചെയ്യാൻ സമ്മതിക്കാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ അതെ, അതിഭീകരമായ ഗുണ്ടായുസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട ആളുകളെ ജയിപ്പിക്കാനൊക്കെ പറ്റുമായിരുന്നുള്ളൂ. കാരണം എത്രയോ വിദ്യാസാഗർ വിദ്യാസാഗർ കുറേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് ഇതിൻ്റെ A to Z അറിയാവുന്ന ഒരാളാണ്. സാമ്പത്തിക ക്രമക്കേടുകൾ ധാരാളം പറയുന്നതാണ്. ഇതിന് പുറമെ SN ട്രസ്റ്റ് SN ട്രസ്റ്റിൽ നടക്കുന്ന അഴിമതി, കോഴ വാങ്ങിക്കല്, സ്വന്തം സമുദായത്തിലെ ആളുകൾക്ക് ജോലി കൊടുക്കാനൊക്കെ ആയിട്ട് കോഴ മേടിക്കുന്നത്, ഇതൊക്കെ അറിയാം.
പിന്നെ മറ്റേ മഹേഷ് എന്ന് പറഞ്ഞ ഒരാളോ മറ്റോ തൂങ്ങി ആത്മഹത്യയൊക്കെ ചെയ്തില്ലേ, മഹേഷൻ ആലപ്പുഴ. അതെ അതെ. അപ്പോൾ ഇങ്ങനെ ധാരാളം കേസുകൾ മുമ്പേ ഉണ്ടല്ലോ. അപ്പോൾ ഈ കണക്കിൽ ഒരുപാട് കൃത്രിമത്വം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ കൃത്രിമത്വം പുറത്തു പറയാൻ തയ്യാറായിട്ട് ഒരു കൂട്ടം ആൾക്കാരൂടെ വന്നു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം. ഒരു സംശയമില്ല, വെള്ളാപ്പള്ളി നടേശൻ കണക്കിൽ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ളതും അഴിമതി നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ നടത്തിയിട്ടില്ല എങ്കിൽ കണക്കുണ്ടാക്കാനായിട്ട് അവിടെ അക്കൗണ്ടന്റുമാരും ചാർട്ടേഡ് അക്കൗണ്ടൻസും ഇല്ലേ? ഉണ്ട്. ആ കണക്ക് മര്യാദയ്ക്ക് കൃത്യമായിട്ട് എല്ലാ കൊല്ലവും കൊടുക്കേണ്ടതല്ലേ? ചെറിയ കമ്പനികൾ കൊടുക്കുന്നുണ്ടല്ലോ, നഷ്ടം കാണിക്കുന്നുണ്ടല്ലോ. ഈ ഒന്നുകിൽ നഷ്ടം കാണിക്കുക അല്ലെങ്കിൽ ലാഭം കാണിക്കാം, എന്തെങ്കിലും കാണിക്കുന്ന ഒരു കണക്ക് കൊടുക്കണ്ടേ? ആ കണക്ക് കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ ക്രമക്കേടുകൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുണ്ട് എന്നാണ് ഈ ഹൈക്കോടതി വിധിയുടെ അർത്ഥം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.